കഴിഞ്ഞ ദിവസമാണ് CPM-ന്റെ കൊല്ലം ജില്ലയിലെ സമുന്നത വനിതാ നേതാവും 3 തവണ MLA-യുമായിരുന്ന ഐഷ പോറ്റി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. പാർട്ടി വിടാനുണ്ടായ കാരണങ്ങളൊക്കെ തന്നെ ഐഷ പോറ്റി ഇതിനോടകം മാധ്യമങ്ങളോടും ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക് ഭവന് മുന്നിൽ നടന്ന കോൺഗ്രസിന്റെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരവേദിയിൽ വെച്ചാണ് ഐഷ പോറ്റി കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. അവിടെ വെച്ച് നടത്തിയ ഹ്രസ്വമായ ഒരു പ്രസംഗത്തിൽ താൻ എന്തുകൊണ്ട് പാർട്ടി വിട്ടു, പാർട്ടിയിൽ നിന്നുമുണ്ടായ അപകടങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവര് അക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇന്നലെ തന്നെ കൊല്ലത്തെ CPM-ന്റെ നേതൃത്വം ശക്തമായ വിമർശനവുമായിട്ട് രംഗത്തെത്തി. അതിരൂക്ഷമായ ഭാഷയിലാണ് ഐഷ പോറ്റിക്കെതിരെ നേതൃത്വവും നേതാക്കളും ഒക്കെ തന്നെ രംഗത്ത് വന്നത്. ഇന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. എന്തായാലും വളരെ രസകരമായിട്ടുള്ള നിലപാടുകളാണ് ഈ നേതാക്കന്മാരെല്ലാം പങ്കുവെക്കുന്നത് എന്നതാണ് ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യം. ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത് ഇതൊക്കെ ശരിയാണോ എന്നാണ്. ഒരു പാർട്ടിയിൽ നിന്ന് സ്ഥാനമാനങ്ങളൊക്കെ നേടിയ ശേഷം ആ പാർട്ടി വിട്ടുകൊണ്ട് ഒരു സ്ഥാനം കിട്ടാതെ വരുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് ശരിയാണോ? അത് എന്താ പറയുക, ജനപ്രതിനിധികളെ സംബന്ധിച്ച് അവർക്ക് മാതൃകയാക്കാവുന്ന ഒരു നീക്കമല്ല, ഒരു നടപടിയല്ല ഐഷ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് സഖാവ് MA ബേബി പറയുന്നത്. ഒപ്പം തന്നെ മുൻ ധനമന്ത്രി കൂടിയായ സഖാവ് തോമസ് ഐസക് കുറച്ചുകൂടി കടന്നുകൊണ്ട് അദ്ദേഹം തന്റെ താത്വികമായ ചില അവലോകനങ്ങൾ ഈ വിഷയത്തിൽ നടത്തുന്നതും നമ്മൾ കണ്ടു. അദ്ദേഹം പറയുന്നത് CPM-ലേക്ക് വരുന്നതെല്ലാം തന്നെ നല്ലതാണ്, CPM വിട്ടുപോകുന്നത് മോശമാണ്, CPM മഹത്തായ പ്രസ്ഥാനമാണ്, CPM-ലേക്ക് ആര് വന്നാലും അത് ശരിയാണ്, അതേസമയം CPM-ൽ നിന്നും ഒരാൾ വിട്ടുപോയാൽ അത് ശരിയായ ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹവും ചോദിക്കുന്നത് എന്ത് കിട്ടാഞ്ഞിട്ടാണ് ഐഷ പോറ്റി പാർട്ടി വിട്ടു പോകുന്നത്? അത് വേദനയുണ്ടാക്കി. അവർക്ക് 3 തവണ MLA ആകാനുള്ള അവസരം കൊടുത്തു. ഒരു തവണ MLA ആകാൻ പറ്റാതെ വന്നപ്പോൾ അല്ലെങ്കിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ പാർട്ടി വിട്ടു എന്നൊക്കെയാണ് തോമസ് ഐസക്കിന്റെ വാദം. എന്നാൽ 2021-ലാണ് ഐഷ പോറ്റിക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നത്. സീറ്റ് നിഷേധിക്കപ്പെട്ടതായിരുന്നു കാരണമെങ്കിൽ അവർക്ക് അന്നേ ആ പാർട്ടി മാറി പോയി സീറ്റ് നേടാമായിരുന്നു. എന്നാൽ അവിടെ 2026-ലേക്ക് എത്തുമ്പോഴാണ് ഐഷ പോറ്റി CPM വിടാനുള്ള തീരുമാനമെടുത്തത്. അത് 2021-ലെ സീറ്റ് നിഷേധം കൊണ്ടൊന്നുമല്ല, മറിച്ച് സീറ്റ് നിഷേധിച്ചതിനേക്കാളേറെ അവര് ഒരു മുൻ MLA ആയിട്ട് മാറിയ ശേഷം വേണ്ട പരിഗണന അവർക്ക് കൊടുത്തില്ല. പ്രത്യേകിച്ചും അവിടെ തന്റെ പിൻഗാമിയായിട്ട് വന്ന നിലവിലെ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാല്, അദ്ദേഹം തനിക്ക് ഒരു മുൻ MLA എന്നുള്ള നിലയിൽ യാതൊരു പരിഗണനയും നൽകുന്നില്ല. താൻ തുടങ്ങിവെച്ച പദ്ധതികളിൽ പോലും പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ അതിൽ പങ്കെടുപ്പിക്കുന്നില്ല. തന്റെ പേര് പോലും നോട്ടീസിൽ മെൻഷൻ ചെയ്യാൻ പോലും പാർട്ടി തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ള വലിയ കടുത്ത അവഗണനകളാണ് തനിക്ക് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. പാർട്ടിയിൽ താൻ ഒരു ആവശ്യമില്ലാത്ത ആ വ്യക്തിയായിട്ട് മാറി, ഒരു അധികപ്പറ്റായിട്ട് താൻ മാറി എന്ന് സ്വയം തോന്നി. അതുകൊണ്ടാണ് ആ പാർട്ടി വിടുന്നത്. തനിക്കൊരു സ്വാതന്ത്ര്യം, പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് താൻ കോൺഗ്രസ് പോലെ മഹത്തായ ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിലേക്ക് വരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഇന്നലെ മേഴ്സിക്കുട്ടിയമ്മയും ഇപ്പൊ തന്നെ ഇന്ന് MA ബേബിയും തോമസ് ഐസക് നടത്തിയ പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ തന്നെ ഈ CPM വിട്ട മറ്റുള്ള പാർട്ടികളിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ബാധകം. അതേസമയം മറ്റു പാർട്ടികൾ വിട്ട്, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി വിട്ട് എത്രയോ നേതാക്കന്മാർ CPM-ലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ അവർ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ടില്ല. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ KV തോമസിനെ പോലെ കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് നേടാവുന്ന സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും എല്ലാം നേടി ഏതാണ്ട് 70-80 വയസ്സ് വരെ ഒരു പാർട്ടിയിൽ നിന്ന് എല്ലാം സ്വന്തമാക്കിയതിനു ശേഷം എല്ലാ പദവികളും MLA, സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി, എല്ലാ പദവികളും നേടിയ ശേഷമാണ് അദ്ദേഹം സീറ്റ് കിട്ടാതെ വന്നപ്പോൾ CPM-ലേക്ക് പോവുകയും അവിടെ ചേക്കേറി എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ തരപ്പെടുത്തിയെടുക്കുകയും ചെയ്തത്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് P. സരൻ എന്ന് പറയുന്ന യുവ നേതാവ് കോൺഗ്രസ് വിട്ടുകൊണ്ട് CPM-ൽ പോയത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് നിന്നും കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു P. സരൻ. അദ്ദേഹം പാർട്ടിയിൽ വന്നിട്ട് അധിക കാലമൊന്നുമായില്ല, ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ 2024-ൽ നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു സരിൻ. അത് കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം തൊട്ടു മുൻപ്
തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് CPM-ൽ പോയി ആ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്ത് അദ്ദേഹം അവിടെ തോറ്റു. പിന്നീട് തോൽവിയുടെ പേരിൽ പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് CPM-ലേക്ക് പോയി. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മാറി. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിലൊക്കെ തന്നെ കുരുക്കിൽപ്പെട്ട് PS പ്രശാന്ത് അങ്ങനെ നിൽക്കുകയാണ്. അതേ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ വന്നതിന്റെ പേരിലാണ് ലതിക സുഭാഷ് പാർട്ടി വിട്ടുകൊണ്ട് പോയത്. ശോഭന ജോർജിനെ പോലെയുള്ളവര്, KP അനിൽകുമാറിനെ പോലെ KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദത്തിലിരുന്ന നേതാക്കളൊക്കെ തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പാർട്ടി വിട്ടുകൊണ്ട് CPM-ലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. കോൺഗ്രസിൽ ഏതെങ്കിലും തരത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തവരൊന്നുമല്ല ഇവരൊന്നും. എന്നാൽ അവർക്ക് പാർട്ടി മടുത്തപ്പോൾ ആ പാർട്ടി വിട്ടുകൊണ്ട് കൂടുതൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് അവർ ഭരണത്തിനൊപ്പം ചേരുന്ന ഒരു കാഴ്ച കണ്ടു. തുടർച്ചയായിട്ട് 2ാം തവണയും കോൺഗ്രസ് ഭരണത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നേതാക്കളൊക്കെ തന്നെ CPM-ലേക്ക് ചേക്കേറി അവർ അവിടെ ചില സ്ഥാനമാനങ്ങളൊക്കെ ഒപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. എന്തായാലും ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ട് പല നേതാക്കളും CPM-ലേക്ക് ചെല്ലുമ്പോൾ അതൊക്കെ തന്നെ സ്വീകാര്യമാണ്. അവർക്കൊന്നും തങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമല്ല. മറിച്ച് CPM-ൽ നിന്നും ഏതെങ്കിലും ഒരു നേതാവ് വിട്ടുപോയി മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സില്ല. പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ അതിൽ ഉയർത്തിക്കൊണ്ടുവരും, പല വിമർശനങ്ങൾ അവർ ഉന്നയിക്കും. എന്തായാലും ഐഷ പോറ്റിക്കെതിരെ ഇപ്പോൾ CPM ഉയർത്തുന്ന ഈ അധിക്ഷേപങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെ അവരുടെ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പറ്റി ചിഹ്നത്തിൽ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയം സുനിശ്ചിതമാണ് എന്ന് CPM-നും ഇപ്പോൾ ഉറപ്പുണ്ട്. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ CPM-ന്റെ ഒരു പ്രതിനിധി പറഞ്ഞത് ബാക്കി 139 സീറ്റുകളും തോറ്റാലും ഞങ്ങൾ കൊട്ടാരക്കര ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്നാണ്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് ഒരു പേടി സ്വപ്നമായിട്ട് കൊട്ടാരക്കര ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഐഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ പോലും കൊട്ടാരക്കര അവർക്ക് ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുന്നു. കാരണം 2006-ൽ R ബാലകൃഷ്ണയെ പോലെ വളരെ തലയെടുപ്പുള്ള ഒരു നേതാവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി നിയമസഭയിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ ഒരു ജനകീയ നേതാവായിട്ട് പിന്നീട് ഐഷ പോറ്റി മാറുന്ന കാഴ്ച കണ്ട് തുടർച്ചയായിട്ട് 3 തവണ ഭൂരിപക്ഷം ഓരോ തവണയും വർദ്ധിപ്പിച്ചുകൊണ്ട് ജയിച്ചാണ് ഐഷ പോറ്റി ഈ നിയമസഭയിലെത്തിയത്. അത്തരത്തിൽ അങ്ങനെ 15 വർഷമായിട്ട് 20 വർഷമായിട്ട് അവർ ജനപ്രതിനിധിയാണ്. അതിനു മുൻപ് ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ തന്നെ ആയിരുന്നു. അത്തരത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിന്ന ഒരു നേതാവാണ്. നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവാണ്. അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ് അവര് കോൺഗ്രസിലേക്ക് വരുമ്പോൾ CPM-ൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത അത് സ്വാഭാവികമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും കൊട്ടാരക്കരയിൽ നിലവിൽ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാലാണ് MLA. അദ്ദേഹത്തിനും ചില പേടിയും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഐഷ പോറ്റിയെ പോലെ ഒരു സുന്നതയായിട്ടുള്ള ജനകീയമായിട്ടുള്ള നേതാവ് അവിടെ വന്നു കഴിഞ്ഞാൽ തന്റെ ജയസാധ്യതയെ അത് കാര്യമായി ബാധിക്കുമെന്ന് നല്ല തിരിച്ചറിവുള്ള വ്യക്തിയാണ് KN ബാലഗോപാൽ. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം KN ബാലഗോപാൽ മാറാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഐഷ പോറ്റിയുടെ വരവ് പാർട്ടിക്ക് ജില്ലയിൽ തന്നെ കൂടുതൽ ഉണർവും ഉന്മേഷവും നൽകുന്ന ഒരു കാര്യമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ജില്ലകളിലൊന്നാണ് കൊല്ലം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു സൂചന നമ്മൾ കണ്ടതാണ്. LDF-ന്റെ ഉറച്ച കോട്ടയെന്ന് അറിയപ്പെടുന്ന കൊല്ലത്ത് മികച്ച മുന്നേറ്റമാണ് UDF നടത്തിയത്. പഞ്ചായത്തുകളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 11 നിയമസഭാ സീറ്റുകളുള്ള കൊല്ലത്ത് ഏതാണ്ടൊരു 6 മുതൽ 8 വരെ സീറ്റുകൾ ഇത്തവണ വിജയിക്കുക എന്നതാണ് UDF ലക്ഷ്യമിടുന്നത്. അതിൽ ഒന്നായിട്ട് കൊട്ടാരക്കരയും ഉണ്ടാകണം എന്നൊരാഗ്രഹം ഉണ്ട്. ഒപ്പം തന്നെ പത്തനാപുരം, കൂടാതെ ചവറ, കൊല്ലം, നിലവിൽ കയ്യിലുള്ള കൊട്ടിയം, ഒപ്പം തന്നെ കരുനാഗപ്പള്ളി, പിന്നീട് കുന്നത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ കഴിയും, ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം UDF-നും കോൺഗ്രസിനുമുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഐഷ പോറ്റിയെ പോലെ ജനകീയമായിട്ടുള്ള ഒരു നേതാവ് കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. അത് കൊട്ടാരക്കര മണ്ഡലത്തിൽ മാത്രമല്ല അത് ജില്ലയിൽ ഒട്ടാകെ തന്നെ പാർട്ടിക്ക് കൂടുതൽ ഉണർവ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വി.ഡി. സതീശൻ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിസ്മയം, അതിന്റെ ഒരു തുടക്കമാണ് ഇന്നലെ ഐഷ പോറ്റിയിലൂടെ ഉണ്ടായത്. വരും ദിനങ്ങളിലും ആ വിസ്മയം കൂടുതൽ ആവർത്തിക്കപ്പെടുമെന്ന നേതാക്കൾ ഒന്നടങ്കം പറയുന്നു. ഇന്നലെ സതീശൻ പറഞ്ഞത് നിങ്ങൾ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കൂ, ഏതാനും ദിവസങ്ങൾ കൂടി ക്ഷമിച്ചിരിക്കൂ, അപ്പോൾ കൂടുതൽ വിസ്മയങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിസ്മയങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നതാണ്. അതായത്
പല പ്രമുഖ നേതാക്കളും CPM-നോട് അതൃപ്തിയുള്ള CPM-ലെ തന്നെ ഇപ്പോൾ അത്ര സജീവമല്ലാതെ നിർജീവമായി നിൽക്കുന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ CPM-നോട് CPM-ന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ ഒരു സൂചനയാണ് ഐഷ പോറ്റിയുടെ രംഗപ്രവേശം. വരും ദിനങ്ങളിൽ അത് കൂടുതൽ നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തുമെന്ന് കോൺഗ്രസിന്റെ പല നേതാക്കളും ഇങ്ങനെ അടക്കം പറയുന്നുണ്ട്. എന്തായാലും വരും ദിനങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള വിസ്മയങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കാം.